കേരള തീരത്തോട് ചേർന്ന് ബേപ്പൂരിന് സമീപം തീപിടിച്ച ചരക്കു കപ്പലിലെ തീ ഇതുവരെ അണയ്ക്കാനായിട്ടില്ല. കപ്പലിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു, അതിലേക്ക്. സഹിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. സഹിൻ, നമ്മൾ മലയാളികൾക്ക് അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത ഒരു കാഴ്ചയാണിത്. നടുക്കടലിൽ ഒരു കപ്പൽ നിന്ന് കത്തുകയാണ്. രണ്ട് ചെറിയ ഫിജറ്റുകൾ, അത് ഏതൊക്കെയാണ് സഹിൻ? ഒപ്പം തന്നെ ഒരു ഡോണിയർ വിമാനത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. തീർച്ചയായിട്ടും അതായത് ഇന്ത്യൻ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഉണ്ട്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായ സമുദ്രപ്രഹരി, ഒപ്പം തന്നെ സജേദ് എന്നിവ നിരീക്ഷണം അവർ ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ സമർത്ത് എന്ന കപ്പൽ വിദഗ്ധരുമായി എത്തിയിട്ടുണ്ട്, അവരും ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് INS ഇന്ത്യൻ നാവികസേനയുടെ സത്ലജ് ഇവർക്ക് സഹായം നൽകുന്നതിനായി ആ പ്രദേശത്ത് തന്നെയുണ്ട്. കൂടാതെ ഈ ഡോണിയർ വിമാനങ്ങളും ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോണിയർ വിമാനങ്ങളിൽ നിന്നും ഈ ഫയർ ഫൈറ്റിംഗ് തുടരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഈ കപ്പലിലെ തീ അണയ്ക്കുന്നതിന് 3 രീതിയിലെ നമുക്ക് ശ്രമം നടത്താൻ കഴിയുകയുള്ളൂ. അതിൽ 2 രീതികൾ ഇപ്പോൾ പ്രാവർത്തികമല്ല. ഒന്ന്, പൂർണ്ണമായിട്ടും വായു സഞ്ചാരം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കപ്പലിൽ അത് സാധ്യമല്ല. മറ്റൊന്ന്, ഇതിൽ കത്ത് പിടിക്കാൻ അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അതും സാധ്യമല്ല. പകരം വെള്ളം ചീറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ കപ്പലിനെ തീ അണക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. പക്ഷേ കപ്പൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കപ്പലിലേക്ക് എത്തിക്കുകയും അസാധ്യമാണ്. കാരണം അങ്ങനെ വരികയാണെങ്കിൽ കപ്പലിൻ്റെ ബാലൻസ്, ഇപ്പോൾ ബാലൻസിങ്ങിലാണ് കപ്പലുള്ളത്, അത് ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കപ്പൽ മുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഈ കപ്പലിലുള്ള വിവരങ്ങൾ വെച്ച് ലഭിക്കുകയാണെങ്കിൽ 140 കണ്ടെയ്നറുകൾ, ആ 140 കണ്ടെയ്നറുകൾ പരിസ്ഥിതി മലിനീകരണം വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്ന കണ്ടെയ്നറുകളാണ്. 140 കണ്ടെയ്നറുകൾ ഉള്ളത്. ഇതിൽ തന്നെ 20 കണ്ടെയ്നറുകളിൽ 1,83,000 കിലോ ബൈപ്പയറി ഡീലിയമാണ് കീടനാശിനിയാണുള്ളത്. കൂടാതെ ഒരു കണ്ടെയ്നറിൽ 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന വസ്തുവാണുള്ളത്. കൂടാതെ ഡീമീഥൈൽ സൾഫേറ്റ്, ഹെസ്കമീഥൈൽ ഡൈസൈനൈറ്റ് എന്നിവയും കണ്ടെയ്നറുകളിലുണ്ട്. മറ്റൊന്ന് 167 പെട്ടി ലിഥിയം ബാറ്ററികളുണ്ട്. അങ്ങനെ ഈ പരിസ്ഥിതിക്ക് വലിയ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇത് കാര്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള അപകടം പരിസ്ഥിതിക്കും ഒപ്പം തന്നെ ജീവജാലങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പൽ കൈകാര്യം ചെയ്യുന്നത്. ഒരു കാര്യം ബിനിൽ മനസ്സിലാക്കുക, 2 ആഴ്ച മുൻപ് മുങ്ങിയ കപ്പലിനേക്കാൾ 100 ഇരട്ടി പ്രഹരശേഷിയുള്ള കപ്പലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള കണ്ടെയ്നറുകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി ഈ കപ്പലിലെ തീപിടുത്തം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ബില്ല ഓക്കെ, അങ്ങനെ ഒരു വലിയ പരിശ്രമമാണ് നടക്കുന്നത്. സഹിൻ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് എത്രത്തോളം വലിയ ശ്രമമാണ് എന്നുള്ളത്. വലിയ വെല്ലുവിളിയാണ് നമ്മൾ നേരിടുന്നത്. സഹിൻ, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് പുതിയ കാഴ്ചകളാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും മലയാളിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാഴ്ച പരിചിതമായിരുന്നില്ലല്ലോ. 2 ആഴ്ച മുൻപാണ് നമ്മൾ അതിൻ്റെ ഒരു ഭീകരത കണ്ടത്. നമ്മുടെ തീരത്തേക്ക് അടിഞ്ഞെത്തിയത് വിഷാംശങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകളാണോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പരിസ്ഥിതി ആഘാതം മത്സ്യമേഖലയെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതിനിടയിലാണ് മറ്റൊരു കപ്പൽ അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ തീ അണയ്ക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം 4 മനുഷ്യരെ ഇനിയും കാണാനുണ്ട്. സഹിൻ, അവർക്ക് വേണ്ടി ഈ കപ്പലിൽ കയറി തിരച്ചിൽ നടത്തുക പ്രായോഗികമല്ലല്ലോ. അവർക്ക് വേണ്ടി എങ്ങനെയാണ് തിരച്ചിൽ, സഹിൻ?
പിന്നിലെ ഈ 4 മനുഷ്യരെ കണ്ടെത്താനുള്ള നീക്കത്തേക്കാൾ പ്രാധാന്യം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കപ്പലിലെ തീ ഏത് വിധേനയും അണക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം അത് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും വലിയ കുഴപ്പമുണ്ടാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 140 കണ്ടെയ്നറുകൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കസ്റ്റംസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റംസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കസ്റ്റംസിൻ്റെ കാർഗോ മാനിഫെസ്റ്റിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 140 കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് വായു സ്പർശമേറ്റാലും ഘർഷണത്താലും തീപിടിക്കാൻ അല്ലെങ്കിൽ തീ ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നു. ബില്ല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പരിചിതമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ഒരു കപ്പൽ മുങ്ങുകയും നമ്മുടെ തീരത്ത് മുങ്ങുകയും 470ഓളം കണ്ടെയ്നറുകൾ കടലിലൂടെ പാഞ്ഞു നടക്കുകയും എല്ലാം ചെയ്തിരുന്നു. നിരവധി തീരങ്ങളിൽ ഇതെല്ലാം വന്നടിഞ്ഞിരുന്നു. പക്ഷേ ഈ കണ്ടെയ്നറിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഈ കപ്പലിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ 140 കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഫയർ ഫൈറ്റിംഗ് നടത്താൻ സാധ്യമല്ലാതിരുന്നത് ഈ കണ്ടെയ്നറുകൾ ആ കടലിൽ ഒഴുകി നടന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ ഏതെങ്കിലും ഒന്നിൽ മറ്റ് ഈ രക്ഷാപ്രവർത്തനത്തിലിരിക്കുന്ന കപ്പലുകൾ തട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കപ്പൽ മുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ നാവികസേനയുടെയും തീരദേശ സേനയുടെയും എല്ലാം ജീവനക്കാരെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും എല്ലാം നമ്മൾ വലിയ രീതിയിൽ പ്രശംസിക്കേണ്ട കാര്യമാണ്. കാരണം അവരവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അറിയാം, ഈ പറയുന്ന കപ്പലുകളിലല്ല, അർണവേഷ് അടക്കമുള്ള കപ്പലുകളിലുള്ള ഇന്ത്യൻ നാവികസേനയുടെ സത്ലജ് അടക്കമുള്ള കപ്പലുകളിലുള്ള ആ ജീവനക്കാർ അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഏത് വിധേനയും ഈ തീയടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബില്ല് സഹിൻ, ഒപ്പം തന്നെ ഇതിൽ നിന്ന് തുടർച്ചയായ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. സഹിൻ പറഞ്ഞല്ലോ, വായുവുമായി കൂട്ടിക്കലർന്നാൽ പോലും തീപിടിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള പദാർത്ഥങ്ങളാണ് ഈ കപ്പലിന്റെ കാർഗോയായി ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ കപ്പലിന്റെ ഇന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കടലിൽ കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. തുടർച്ചയായി പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടോ സഹിൻ? ബിരിയിലെ ഇന്നലെ രാത്രിയും ഇന്നുമെല്ലാം പൊട്ടിത്തെറി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ രാത്രിയെല്ലാം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ കാര്യം വ്യക്തമാണ്. പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും ഒപ്പം തന്നെ ഈ കപ്പൽ, ഈ സത്ലജ് അടക്കമുള്ള കപ്പലുകൾ ഈ ചരക്ക് കപ്പലിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെയ്നറുകൾ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നറുകളിൽ ഉള്ള വസ്തുക്കളാവട്ടെ ഇതെല്ലാം വായു സ്പർശനത്താലും ഘർഷണത്താലും എല്ലാം തീപിടിക്കാൻ സാധ്യതയുള്ള, പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാവരും ആ കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും നമ്മൾക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ തീരദേശ സേനയും നാവികസേനയും എല്ലാം വിദഗ്ധരാണ്, അതിമിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അത് തഴക്കവും പഴക്കവും വന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അവർക്ക് പോലും ഇന്നലെ 18 മണിക്കൂറോളം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾക്കറിയാം, ഒന്ന് കാറ്റിൻ്റെ ഗതി, കാറ്റിൻ്റെ വേഗത ഇതെല്ലാം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ നിയന്ത്രിക്കുന്നതിന് ഇപ്പോഴും ആ കപ്പലിനകത്ത് ആളില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒഴുക്കിനനുസരിച്ചും കാറ്റിനനുസരിച്ചും കപ്പൽ അതിൻ്റെ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ ഇപ്പോൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേബിളാണ്. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും കപ്പലിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാം എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. ബില്ല ഓക്കെ, 10 മുതൽ 15 ഡിഗ്രി വരെയാണ് കപ്പലിൽ ഈ ചെരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളിൽ ഒന്നാണ്. ഇപ്പോൾ സഹിൻ ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 ഫ്രിജറ്റുകളാണ് അല്ലെങ്കിൽ ചെറു കപ്പലുകളാണ് ഫയർ ഫൈറ്റിംഗ്, തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് സമുദ്ര പ്രഹരി എന്ന് പറയുന്ന ദക്ഷിണ കമാൻഡിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറു കപ്പലാണ്. രണ്ടാമത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പായിട്ടുള്ള സാജേത്ത് എന്ന് പറയുന്ന കപ്പൽ കൂടിയാണ്. കൊച്ചിയിലെ ബേസിൽ നിന്ന് ഒരു കപ്പൽ കൂടി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ എന്ന് പറയുന്ന കപ്പൽ കൂടി ഇതിനുവേണ്ടി അവിടേക്ക് വിനിയോഗിക്കുമെന്ന സൂചനകൾ കൂടി കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങളും നാവികസേന വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്.